ഈ ആധുനിക കാലഘട്ടത്തിൽ അത്ഭുതം നടന്ന ഒരു സംഭവം അദ്ദേഹം പറഞ്ഞപ്പോൾ, വിശ്വസ്തനായ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതം ഇന്നും അനേകർക്ക് അസന്മാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്, പാപം ചെയ്യുന്നതിന് തടസ്സമാണ്. അദ്ദേഹത്തിലൂടെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് പരിശുദ്ധനായ പരിമല തിരുമേനിക്ക് സാധ്യമാക്കി തീർക്കുവാൻ സാധിച്ചത്? അദ്ദേഹം തൻ്റെ ഇഹലോക ജീവിതത്തിൽ ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ ജീവിച്ചിരുന്നു. നമുക്ക് പലർക്കും സാധിക്കാത്തതാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം, അദ്ദേഹത്തിൻ്റെ നോമ്പ്, ഉപവാസം, സൽക്കർമ്മങ്ങൾ, അതോടൊപ്പം തന്നെ ലോകത്തിലുള്ളതായ സമസൃഷ്ടങ്ങളെ സ്നേഹിക്കുകയും അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും അതുപോലെ അധസ്ഥിതർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത പരിമല തിരുമേനി ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശ്രേഷ്ഠത. കേവലം 54 വയസ്സ് വരെ മാത്രമേ തിരുമേനി ജീവിച്ചിരുന്നുള്ളൂ. ഇന്നലെ ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര പുസ്തകം വായിച്ചപ്പോൾ അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അദ്ദേഹത്തിന് ഈ ലോകത്തിൽ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രാധാന്യമായിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ദയയിലുള്ള പ്രത്യാശയിൽ നമ്മൾ ജീവിക്കണം. രണ്ടാമതായിട്ട് നമുക്ക് കാണുക ദൈവവചനത്തിലുള്ള പ്രത്യാശ. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം നമ്മൾ മനനം ചെയ്യണം. സഹോദരങ്ങളെ, 78 മണിക്കൂറുണ്ടെങ്കിൽ ഈ വേദപുസ്തകം മുഴുവൻ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയതാണ്. ദൈവവചനം എന്ന് പറയുന്നത് നമ്മെ ദൈവ മുമ്പിൽ മുഖാമുഖമായി നിർത്തുന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. ദൈവത്തോടുള്ളതായ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് ബൈബിൾ. സൃഷ്ടാവായ ദൈവത്തോട് സൃഷ്ടാവിനുള്ള പെരുമാറ്റച്ചട്ടമാണ് ബൈബിൾ. ദൈവത്തെ നമ്മൾ ഓരോരുത്തരും ന്യൂസ് പേപ്പർ വായിക്കുവാൻ വളരെ താല്പര്യം കാണും. അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് പത്രമാണ്. ഏതെങ്കിലും പത്രം നമ്മൾ വായിക്കുവാൻ വളരെ തീഷ്ണതയോടുകൂടെ ഓടിയെടുത്തെടുത്ത് വായിച്ച് അക്ഷരങ്ങൾ മുഴുവൻ വായിക്കുവാൻ നമുക്ക് വളരെ തീഷ്ണതയുണ്ട്. എന്നാൽ ദൈവവചനം നമ്മൾ വായിക്കുവാൻ നമുക്ക് സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ, 78 മണിക്കൂറുണ്ടെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ 22 പുസ്തകങ്ങളിൽ നിന്നുള്ളതായ വേദഭാഗങ്ങൾ താന് വായിച്ച് താന് ഉരുവിടുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എവിടെ ക്രൂശിൽ കിടന്നുകൊണ്ട് സങ്കീർത്തനം കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടെന്ന്. അന്നുള്ളത് ആ ദൈവവചനം താന് പഠിച്ചിട്ടുള്ളത് ഓർക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് നമുക്ക് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഹാൻഡ് ബുക്കാണ്. നമുക്കറിയാം, വിദേശത്ത് നിന്ന് പല സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരും. പലപ്പോഴും നമുക്കത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം നല്ലവണ്ണം അറിവില്ല. എന്നാൽ അതിനോട് ചേർന്ന് ഏത് സാധനം വാങ്ങിച്ചാലും, ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചാലും, ക്യാമറ വാങ്ങിച്ചാലും, കീബോർഡ് വാങ്ങിച്ചാലും, ആ വാങ്ങിക്കുന്നതിനോട് കൂടെ നമുക്കൊരു ഹാൻഡ് ബുക്ക് കിട്ടും, ഒരു കൈപ്പുസ്തകം നമുക്ക് കിട്ടും. ആ കൈപ്പുസ്തകം എന്തിനാ തന്നിരിക്കുന്നേ? അത് വായിച്ചിട്ട് അതിൽ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് വേണം ഈ സാധനം ഓപ്പറേറ്റ് ചെയ്യാൻ. അടുത്ത സമയത്ത് വിദേശത്തുള്ള ഒരാള് ഒരു നല്ലൊരു ഓർഗൻ ഒരാൾക്ക് കൊണ്ട് കൊടുത്തു. ആ ഓർഗൻ 6 വോൾട്ടിൽ പ്രവർത്തിക്കേണ്ടതാണ്. നമ്മുടെ ഇവിടുത്തെ 220 വോൾട്ടിലോട്ടത് പ്ലഗ് ചെയ്തിട്ട് വായിക്കാനായിട്ട് നോക്കി. ശബ്ദത്തിന് പകരം അകത്ത് നിന്ന് പുകയും തീയും പൊട്ടിത്തെറിയുമാണ് ഉണ്ടായത്. എന്താ കാര്യമെന്നറിയാമോ? അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ സാധനം കിട്ടിയ ആൾക്കറിയില്ല. അതിനുള്ള ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട്, ആ പുസ്തകത്തിലെ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുന്നില്ല, അത് നോക്കുന്നില്ല, പ്രവർത്തിച്ചു. അപകടം. ദൈവത്തിൻ്റെ സൃഷ്ടിയായ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൈപുസ്തകമാണ് ദൈവവചനം. അത് നമ്മൾ വായിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയതാണ്. യോഹന്നാന്റെ സുവിശേഷം ഒന്നിൽ പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം
ദൈവമായിരുന്നു. ഈ വചനം നമ്മൾ വായിക്കണം. വചനം എപ്പോഴുള്ള ഉണ്ടായിരുന്നു? ഫ്രം ദ വെരി ബിഗിനിങ് there was the word of God. ദൈവത്തിന്റെ വചനം ഉണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ആരോടുകൂടെ ആയിരുന്നു? ദൈവത്തോടു കൂടെയായിരുന്നു. അതുകൊണ്ടാണ് ആ ദൈവമാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉണ്ടായി. ഒന്നാം ദിവസം അന്ധകാരം മാറ്റി വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് കണ്ടു. ഒന്നാം ദിവസം ദൈവത്തിന്റെ അരുളപ്പാടിൽ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കണം. അത് വചനം നമ്മോടുകൂടെ ഇരിക്കുന്നതാണ്. എന്താണ് വചനം? ഗോഡ് വിത്ത് us. ദൈവം നമ്മോടുകൂടെ ആയിരിക്കുന്ന ഈ വചനം നമ്മൾ വായിക്കണം. അനുദിനം വായിക്കണം. വചനം നമ്മുടെ ആത്മാവിൽ ശക്തിപ്പെടണം, ജനിക്കണം, അത് മുളയ്ക്കണം, അത് ചെടിയായി തീരണം, അത് ഫലം പുറപ്പെടുവിക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അനുഗ്രഹങ്ങൾ കിട്ടാത്തത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-13 വാക്യത്തിൽ പറയുന്നുണ്ട്, വചനം നമ്മളിൽ വായിച്ച് ശക്തിപ്പെട്ട വേരൂന്നി വളരണം. വചനം മുഖാന്തരം രോഗസൗഖ്യം ഉണ്ടാകും. കർത്താവ് അരുളിച്ചെയ്തു, നീ സൗഖ്യമാകാം എന്ന് പറഞ്ഞപ്പോൾ സൗഖ്യമായി. അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാക എന്ന് പറഞ്ഞപ്പോൾ കുഷ്ഠരോഗി ശുദ്ധനായി തീർന്നു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. 5 അപ്പവും 2 മീനും എടുത്തു വാഴ്ത്തി സ്വർഗത്തിലേക്ക് നോക്കി പിതാവാം ദൈവമായി സംസർഗം ചെയ്തപ്പോൾ അവിടെ വർധനമുണ്ടാകാണ്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകുകയാണ്, ധാരാളിമ ഉണ്ടാകുകയാണ്. ഒന്നുമില്ലാതിരിക്കുന്ന നമ്മെ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ആയിരിക്കുന്ന നമ്മെ അവൻ മെനഞ്ഞ് തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു. അവിടെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ അവൻ തൻ്റെ രൂപത്തിൽ സാദൃശ്യത്തിൽ മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. അവന് നൽകപ്പെട്ടതായ അനുഗ്രഹകരമായ അവസ്ഥയാണ് നമ്മുടെ രൂപം എന്ന് പറയുന്നത്. ആ രൂപത്തിൽ ദൈവത്തിന്റെ സൃഷ്ടി പൂർണ്ണമാകപ്പെടുകയാണ്. ദൈവത്തിന്റെ സൃഷ്ടി പൂർണ്ണമാകുമ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തിന്റെ ശ്വാസം നമ്മിലേക്ക് ഊതി. ആ ശ്വാസത്തിന് സംസ്കൃതത്തിൽ പറയും സത്ത്. സത്ത് നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്തായി തീരും? ചത്തുപോകും. സത്ത് പോയത് ചത്തുപോകും. നമ്മളിലുള്ളതായ ശ്വാസം, ജീവൻ, ആത്മാവ് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നമ്മളായി തീരും. പിന്നെ നമ്മൾ പോകുന്നത് ആരെ കാണാനാ? ചത്തുപോയ ആളെ കാണാനാ പോകുന്നത്, ശവം കാണാനാ പോകുന്നത്. അതുവരെ ആളിന് പേരുണ്ട്, പക്ഷേ ദൈവവചനം പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പിന്നെയോ ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ലാസർ മരിച്ചു. 4 ദിവസം കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞാലുള്ള സംഭവം നമുക്കറിയാം. അടുത്തുപോലും ചെല്ലുവാൻ സാധിക്കുകയില്ല. ജീർണിച്ച ശവം, അഴുകും, പുഴു അരിക്കുന്ന സന്ദർഭം. പക്ഷേ ഈ ലാസറിന്റെ കല്ലറയിലേക്ക് യേശുപുരാൻ കടന്നു ചെന്നു. ദൈവകൃപയാല് ലാസറിന്റെ കല്ലറ പോയി കാണുവാനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായി. 2 പ്രാവശ്യം കണ്ടു. സമുദ്രത്തിൽ നിന്ന് വളരെ താഴേക്ക് ഇറങ്ങി അഗാധമായ ഒരു കുഴിയിൽ കല്ലറ ലാസറിനെ അടക്കിയത്. അവിടേക്ക് കർത്താവ് ഇറങ്ങി ചെന്നിട്ട് ലാസറിനോട് പറഞ്ഞു, മരിച്ചു, നാറ്റം വെച്ചു, 4 ദിവസം കഴിഞ്ഞു, അസ്ഥിയിൽ നിന്ന് മാംസം വേർപെട്ടു, തൊട്ടാൽ വിറുന്നു പോകും, അഴുകിപ്പോകും. പക്ഷേ കർത്താവ് ചെന്നിട്ട് പറഞ്ഞു, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. ലാസറിന്റെ ഈ അസ്ഥിയിലേക്ക് മാംസം ചേർന്നു. അഴുകിയ ബോഡി ജീവനുള്ളതായിട്ട് തീർന്നു. ജീവശാസ്ത്രത്തിന് കണ്ടെത്തുവാൻ സാധിക്കാത്ത രീതിയിൽ
ഈ ശരീരത്തിൽ കൂടെ രക്തയോട്ടം ഉണ്ടായി. ഇതിൽ കൂടെ ലാസറിന്റെ കാലുറച്ചു, അവൻ മനുഷ്യനായി. എവിടെയാണ് സൃഷ്ടാവായ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ ശബ്ദം അവന്റെ ചെവികളിൽ കൂടി എത്തിയപ്പോൾ ലാസർ മരിച്ച് നാറ്റം വെച്ചവൻ ജീവനുള്ളവനായി തീർന്നു. അവൻ നിവർന്നു എന്ന് കർത്താവ് പറയുകയാണ്. അവന്റെ കെട്ടുകളെ അഴിച്ചു കളയാനായിട്ട് വരും. അവിടെ കർത്താവ് വരും, മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും സകല പരവർക്കും. ആർക്കാണ്? കർത്താവിൽ വിശ്വസിക്കുന്നവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. There is life after life. ദൈവ വചനം പറയുകയാണ്, നമുക്ക് ജീവനുണ്ട്, നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകുകയില്ല. എങ്ങനെയായിരിക്കണം? ദൈവവചനത്തിലുള്ളതായ വളർച്ച നമുക്കുണ്ടാകണം. അവിടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ എന്തായിട്ട് തീരണം? കളിമണ്ണായിട്ട് തീരണം. യിരെമ്യാപ്രവചനം 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാനൊരു കുശവനാണ്, എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ചെളിയെ രൂപപ്പെടുത്തുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് പോലെയുള്ള രൂപമായി വരുന്നില്ല എങ്കിൽ എനിക്കതിനെ ഉടച്ച് എൻ്റെ ഹിതപ്രകാരമുള്ള ഒരു ഉപകരണമായി തീർക്കുവാൻ എനിക്ക് അവകാശമില്ലയോ? കർത്താവിൻ്റെ കൈകളിലിരിക്കുന്ന കളിമണ്ണ്, നമ്മൾ പാടുന്നുണ്ട്, പാടിയല്ലേ? കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ്. ഈ കുശവന് പുനർനിർമ്മിക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് ആരാണ്? പുനർനിർമ്മിക്കുന്നവരാണ്. അതിന് ഉള്ള ചെളി എടുക്കുമ്പോഴേ പല പരിശോധനകളൊക്കെ ഉണ്ട്. ഒന്ന് സെലക്ഷനുണ്ട്, പ്യൂരിഫിക്കേഷനുണ്ട്, മിക്സിംഗ് ഉണ്ട്. നമുക്കറിയാം, കുശവന്മാര് ചട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആ മണ്ണെടുക്കുന്നത് സാധാരണ സ്ഥലത്ത് നിന്നല്ല. അതിനായിട്ടുള്ള ചില